ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഈ ക്രിസ്മസ് കാലയളവിൽ ഗുജറാത്ത് സെൻറ്റർ സേവികാ സംഘത്തിൻ്റെ നേതൃത്വത്തിൽ നടത്തുന്ന അഡ്വന്റ് ഡിവോഷനിൽ ഇന്ന് അല്പസമയത്തെ ധ്യാനത്തിനായി അപ്പോസ്തലനായ വിശുദ്ധ പൗലോസ് ഗലാത്യർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായം 4-5 വാക്യങ്ങൾ. എന്നാൽ കാലസമ്പൂർണത വന്നപ്പോൾ ദൈവം തൻ്റെ പുത്രനെ സ്ത്രീയിൽ നിന്ന് ജനിച്ചവനായി ന്യായപ്രമാണത്തിൻ കീഴ് ജനിച്ചവനായി നിയോഗിച്ചയച്ചത് അവൻ ന്യായപ്രമാണത്തിൻ കീഴുള്ളവരെ വിലയ്ക്ക് വാങ്ങിയിട്ട് നാം പുത്രത്വം പ്രാപിക്കേണ്ടത് തന്നെ. ഈ വാക്യങ്ങളെ അടിസ്ഥാനമാക്കി 3 ചിന്തകൾ നിങ്ങളുമായി പങ്കുവയ്ക്കുവാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഒന്നാമതായി, കാലസമ്പൂർണത വന്നപ്പോൾ ദൈവത്തിൻ്റെ സമയം, ഗോഡ്സ് പെർഫെക്റ്റ് ടൈമിംഗ്. യേശുക്രിസ്തുവിൻ്റെ ഭൂമിയിലേക്കുള്ള വരവ് യാദൃശ്ചികമായിരുന്നില്ല. കൃത്യസമയത്ത് കൃത്യമായി വെളിപ്പെട്ട ഒരു ദൈവിക പദ്ധതിയുടെ ഭാഗമായിരുന്നു അത്. ചരിത്രം പരിശോധിച്ചാൽ റോമൻ സാമ്രാജ്യത്തിൽ രാഷ്ട്രീയമായും സാംസ്കാരികമായും ആത്മീകമായും സുവിശേഷം അതിവേഗം പ്രചരിക്കാൻ അനുകൂലമായ ഒരു സമയമായിരുന്നു ഇത്. ദൈവത്തിൻ്റെ സമയം എല്ലായ്പ്പോഴും ഒരു ഉദ്ദേശം നിറവേറ്റുന്നു. നമ്മുടെ ജീവിതത്തിലും നാം ദൈവത്തിൻ്റെ സമയത്തിനായി കാത്തിരിക്കണം. നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിക്കാൻ താമസിക്കുന്ന വേളയിൽ ദൈവം പ്രവർത്തിക്കുന്നത് വരെ ക്ഷമയോടുകൂടെ കാത്തിരിക്കുക. ദൈവഹിതത്തിന് പരിപൂർണമായി കീഴ്പ്പെട്ട് ദൈവം പ്രവർത്തിച്ചുകൊള്ളുമെന്നുള്ള വിശ്വാസത്തിൽ ദൈവത്തിൽ ആഴമായി ആശ്രയിക്കുമ്പോൾ ദൈവം തൻ്റെ തക്ക സമയത്തിൽ നമ്മുടെ ജീവിതത്തിൽ അത്ഭുതങ്ങളെ പ്രവർത്തിക്കുന്നു. രണ്ടാമതായി, ക്രിസ്തുവിൻ്റെ വീണ്ടെടുപ്പ് ദൗത്യം, ക്രൈസ്റ്റ് മിഷൻ ഓഫ് റിഡംഷൻ. ഈ വാക്യത്തിൽ യേശു സ്ത്രീയിൽ നിന്ന് ജനിച്ചവനും ന്യായപ്രമാണത്തിന് കീഴ് ജനിച്ചവനുമാണെന്ന് പൗലോസ് അപ്പോസ്തലൻ പറയുന്നു. യേശു ഒരു പൂർണ്ണ മനുഷ്യനായി നമ്മുടെ ലോകത്തിലേക്കും നമ്മുടെ പോരാട്ടങ്ങളിലേക്കും വന്നു. എങ്കിലും യേശു പാപരഹിതനും പരിപൂർണനുമായിരുന്നു. ന്യായപ്രമാണത്തിൻ കീഴ് ജനിക്കുക എന്നതിനർത്ഥം എല്ലാ മനുഷ്യർക്കും ബാധകമായ മാനദണ്ഡങ്ങൾക്ക് കീഴിലാണ് യേശുവും സ്വയം സ്ഥാപിച്ചത്. ന്യായപ്രമാണം പൂർണ്ണമായി അനുസരിച്ചതിലൂടെ അവന് നമ്മെ വീണ്ടെടുക്കാൻ കഴിഞ്ഞു. നമുക്ക് വേണ്ടി പഴയ നിയമത്തെ പുതിയ നിയമമാക്കി തീർത്തു. നാം സ്വതന്ത്രരാകേണ്ടതിന് യേശു നമ്മുടെ പരാജയങ്ങളും കടവും നാണക്കേടും ഏറ്റെടുത്തു. കുറ്റബോധം, ഭയം, പശ്ചാത്താപം ഇവയിൽ നമ്മെ തടഞ്ഞു നിർത്തുന്നത് എന്തു തന്നെയായാലും ദൈവം അതിൽ നിന്നെല്ലാം നമ്മെ വീണ്ടെടുത്തു. നാം ഇനി ഇവയാൽ ബന്ധിക്കപ്പെട്ടവരല്ല. നമ്മെ അവൻ വില കൊടുത്ത് വാങ്ങി സ്വതന്ത്രരാക്കിയിരിക്കുന്നു. മൂന്നാമതായി, ദൈവത്തിൻ്റെ മക്കളായി നമ്മെ ദത്തെടുത്തു. അവർ അഡോപ്റ്റേഷൻ ആസ് ചിൽഡ്രൻ ഓഫ് ഗോഡ്. ക്രിസ്തുവിൻ്റെ കുരിശുമരണം നമുക്ക് പാപത്തിൽ നിന്നുള്ള വീണ്ടെടുപ്പ് മാത്രമല്ല തന്നത്, ദൈവത്തിൻ്റെ കുടുംബത്തിലേക്കുള്ള ഒരു ദത്തെടുക്കൽ കൂടിയാണ്. അതിലൂടെ നമുക്ക് പുതിയൊരു വ്യക്തിത്വവും അവകാശവും ലഭിച്ചു. കാൺമീൻ, നാം ദൈവമക്കളെന്ന് വിളിക്കപ്പെടുവാൻ പിതാവ് നമുക്ക് എത്ര വലിയ സ്നേഹം നൽകിയിരിക്കുന്നു. ദൈവത്തിൻ്റെ മക്കളെന്ന നിലയിൽ വ്യത്യസ്തരായി ജീവിക്കുവാൻ നാം ക്ഷണിക്കപ്പെട്ടിരിക്കുന്നു. നാം ഇനി അടിമകളല്ല, അവകാശികളാണ്. നമ്മുടെ ഭൂതകാലം ഇനി നമ്മെ നിർവചിക്കുന്നില്ല. കാരണം യേശു ക്രിസ്തുവിൽ നമുക്ക് പുതിയൊരു പേരും ഒരു കുടുംബവുമുണ്ട്. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ യാചനകൾക്ക് ഉത്തരം ലഭിക്കാതെ നാം കാത്തിരിക്കുന്ന അവസ്ഥയിലാണെങ്കിൽ ദൈവത്തിൻ്റെ സമയം തികഞ്ഞതാണെന്ന് വിശ്വസിക്കുക. നിങ്ങൾ പാപവുമായോ കുറ്റബോധവുമായോ മല്ലിടുന്നുണ്ടെങ്കിൽ യേശു നിങ്ങളെ ആ ബന്ധനങ്ങളിൽ നിന്ന് വീണ്ടെടുക്കും എന്ന് ഓർക്കുക. നിങ്ങളുടെ ജീവിതത്തിൽ എപ്പോഴെങ്കിലും ഏകാന്തതയുടെയോ തള്ളപ്പെടലിൻ്റെയോ അവസ്ഥയിലൂടെ നിങ്ങൾ കടന്നു പോവുകയാണെങ്കിൽ ഞാൻ ദൈവത്തിൻ്റെ പുത്രനാണ് അല്ലെങ്കിൽ പുത്രിയാണ് എന്നും ദൈവം നിങ്ങളെ പരിപൂർണമായി സ്നേഹിക്കുകയും അംഗീകരിക്കുകയും ചെയ്യുന്നുവെന്ന് മനസ്സിലാക്കുക. ദൈവത്തിൻ്റെ പ്രിയ മക്കൾ എന്ന നിലയിൽ നമുക്ക് ലഭിക്കുന്ന സ്വാതന്ത്ര്യത്തിലും സുരക്ഷിതത്വത്തിലും ധൈര്യത്തോടെ ജീവിക്കാൻ ദൈവം നമ്മെ
ഓരോരുത്തരെയും സഹായിക്കട്ടെ. ആമേൻ.